എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഓവനിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അല്ലാതെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പികൾ നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. ഓവനിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി, 7-8 വെളുത്തുള്ളി, 4-5 പച്ചമുളക് അതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കിലോ ചിക്കനാണ് വേണ്ടത്. ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 2 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള സവാള സൺഫ്ലവർ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെക്കാം നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില, അതിനെക്കാട്ടിലും കുറവിൽ പുതിനയില അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പം ഒരു ഹൈദരാബാദി സ്റ്റൈലിലാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 മുതൽ 2 മണിക്കൂർ വരെ അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഓവർനൈറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു 50% കുക്ക് ചെയ്തിട്ടാണ് റൈസ് എടുക്കുന്നത്. 3 ലിറ്റർ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ജാതിപത്രിയുടെ പകുതി, പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 3 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് വയ്ക്കണം, അപ്പോഴാണ് അരിക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഒരു 50% ഇത് കുക്ക് ചെയ്താൽ മതി. ഒരുപാടങ്ങ് കുക്ക് ചെയ്യണ്ട. നമ്മൾ ഓവനിൽ ഇരുന്നാണ് ബാക്കി ഇനി ഇത് വേവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞപ്പം അരി 2 പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലോ 1 പാത്രത്തിലോ വെക്കാവുന്നതാണ്. നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ. ആദ്യം തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ട്രേയുടെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു 20 മിനിറ്റ് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിലൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പീസസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈ ആയിട്ടൊക്കെ ഈ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ 30 മുതൽ 40 മിനിറ്റ് വരെ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു ബിരിയാണിയാണ്, അപ്പോൾ 20 മിനിറ്റ് മതിയാകും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ 50% വേവിച്ച് വെച്ചിരിക്കുന്ന അരി ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 കിലോ ചിക്കന് 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് മുതൽ 4 കപ്പ് റൈസ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ അരി ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതുപോലെ മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് സാഫ്രൺ വാട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പാലിൽ കുങ്കുമപ്പൂ ഒന്ന് ചൂടാക്കി എടുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയതോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ റൈസും ഇതുപോലെ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എണ്ണ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എണ്ണയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വീണ്ടും 1 മണിക്കൂറാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് 200 ഡിഗ്രിയിൽ. നമ്മൾ 20 മിനിറ്റ് വേവിച്ച ചിക്കനാണ്. മൊത്തത്തിൽ 1 മണിക്കൂറും 20 മിനിറ്റുമാണ് നമുക്ക് ഈ ബിരിയാണിക്കായിട്ട് വേണ്ടത്.
അപ്പോൾ ഇപ്പം മൊത്തത്തിൽ 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി, അതുപോലെ ആ റൈസിലേക്ക് ആ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു മണമാണ് നമ്മൾ ഈ പാത്രം തുറക്കുമ്പോഴേക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് റൈസും കുക്കായി, അതുപോലെ ചിക്കനും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഭംഗിയുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ചിക്കൻ മന്തിയും ബിരിയാണിയിൽ ചെയ്ത വീഡിയോ ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് അവനിൽ പല പല കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നമ്മൾ ഗ്രിൽഡ് ചിക്കനൊക്കെ അവനിൽ തയ്യാറാക്കിയത് ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്